ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എസ്ഐടിയുടെ അവരുടെ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് അവർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടിളപ്പാളികളും കവർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട് ഡി മണിക്ക് ബന്ധമില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ കോടതിയെ എസ്ഐടി അറിയിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായിയായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഡി മണി എന്ന് പറയപ്പെടുന്ന ചെന്നൈ കേന്ദ്രീകരിച്ച് ബിസിനസ് വ്യാപാരങ്ങളൊക്കെ നടത്തുന്ന ആളാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം എസ്ഐടിയുടെ അന്വേഷണം ഡിണ്ടിഗൽ വരെ നീണ്ടിരുന്നു. അവിടെ സംശയത്തിന്റെ നിലയിലുണ്ടായിരുന്ന ഡി മണി, ശ്രീകൃഷ്ണൻ, അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റു ചില സുഹൃത്തുക്കൾ, അവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. മാത്രമല്ല, ഒക്ടോബർ 26-ന് ഡി മണി കേരളത്തിലേക്ക് എത്തി, തിരുവനന്തപുരത്തെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പണം നൽകിയെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഈ വിദേശ വ്യവസായി പറഞ്ഞിരുന്നത്. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഡി മണി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എസ്ഐടി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അത് വളരെ നിർണായകമാണ്. കാരണം അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് എസ്ഐടി അന്വേഷണം നടത്തിയതാണ്. മാത്രമല്ല, അതിൽ ഈ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അത് കടൽ കടന്നു പോയെന്നൊക്കെയുള്ള വിലയിരുത്തൽ എന്നുള്ള സൂചനകൾ അത് അടിസ്ഥാനപ്പെടുത്തിയായിട്ടായിരുന്നു അന്വേഷണം. എന്നാൽ ആ അന്വേഷണത്തിൽ ഡി മണിക്ക് ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പങ്കുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുത്താൻ കഴിയും എന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എസ്ഐടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ബോധപൂർവം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നാണോ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്? രണ്ട് സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, നിലവിൽ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്വേഷണ സംഘത്തിന് എസ്ഐടിയുടെ അന്വേഷണത്തിൽ മറ്റു ചില വിവരങ്ങൾ, അത് ഈ ഡി മണിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ മുൻകാല കേസുകളുടെ അടക്കം വിവരങ്ങൾ പരിശോധിച്ചതിൽ ഇവർക്ക് ഈ വിഗ്രഹ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രൈമുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതല്ല എന്നുള്ളതാണ് എസ്ഐടി പറയുന്ന കാര്യം. മാത്രമല്ല, ഈ വിഷയത്തിൽ വിദേശ വ്യവസായി കൂടുതൽ മൊഴി നൽകി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം. സ്വാഭാവികമായും അക്കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എസ്ഐടി ആണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്.